നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിച്ചു പരിശോധിക്കുന്നതിൽ അന്തിമ തീരുമാനം എടുക്കാതെ തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം. നിയമക്രമസമാധാന പ്രശ്നങ്ങൾ സംബന്ധിച്ച പരിശോധനകൾ തുടർന്നതായി ജില്ലാ ഭരണകൂടം. കല്ലറ പൊളിക്കുന്ന തീയതി സംബന്ധിച്ച് കുടുംബത്തിന് ഇതുവരെ അറിയിപ്പ് നൽകിയില്ല. നോട്ടീസ് ലഭിക്കുന്ന മുറയ്ക്ക് ഹൈക്കോടതിയെ ഉൾപ്പെടെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. വിശദ വിവരങ്ങളുമായി രാഹുൽ ജി നാഥ് ചേരുകയാണൊപ്പം. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് അവിടെ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തുന്നതിലാണല്ലോ ഈ തർക്കങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ഒരു തീയതി ജില്ലാ ഭരണകൂടത്തിന് ഇത് എപ്പോഴായിരിക്കും പൊളിക്കുക, ആ നീക്കം നടക്കുക എന്നത് അറിയിക്കാൻ കഴിയാതെ പോകുന്നത്? ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഇതിനുവേണ്ടി ഉണ്ടായിട്ടുണ്ടോ? മോത്തി, ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കുടുംബം നേരിട്ട് തന്നെയാണ് ഹൈക്കോടതിയെ അഭിഭാഷകൻ വഴി സമീപിച്ചിട്ടുള്ളത്. അവർ പ്രധാനമായി ഹൈക്കോടതിയിൽ സമീപിക്കുമ്പോൾ പറയുന്ന കാര്യം, അതായത് ഇത് സമാധിയാണ്, സമാധിയുമായി ബന്ധപ്പെട്ട് 41 ദിവസത്തെ ചടങ്ങുകൾ ഇനി ബാക്കിയുണ്ട്. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ അത്തരത്തിൽ കല്ലറ പൊളിക്കുകയാണെങ്കിൽ ആ ചടങ്ങുകൾക്ക് ഭംഗം വരും. അപ്പോൾ ഈ പറയുന്ന വിശ്വാസപരമായ കാര്യങ്ങളിൽ അത് പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് ആ ഒരു 40 ദിവസത്തെ പൂജ വരെ കാത്തിരിക്കണമെന്ന തരത്തിലാണ് നിലവിലിപ്പോൾ അഭിഭാഷകൻ മുഖേന അവർ ഹൈക്കോടതിയെ സമീപിച്ച് കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസം വരെ, അതായത് ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിക്കുന്നത് വരെ ഈ പറയുന്നത് പോലെ നോട്ടീസ് കൃത്യമായി നൽകിയില്ല എന്നുള്ളതാണ്. ഏറ്റവും ആദ്യ ദിവസം കളക്ടർ ഉൾപ്പെടെയുള്ള സംഘം അവിടെ എത്തി കല്ലറ പൊളിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ നടപടി ഇത്തരത്തിൽ എടുക്കാൻ കഴിയില്ല, ഇത് സമാധിയാണ്, വിശ്വാസപരമായ കാര്യമാണ്, അതിന് നൽകേണ്ട ആദരവ് നൽകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പല സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ അന്ന് പ്രതിഷേധം നടത്തിയത്. ആ ഘട്ടത്തിലാണ് ചർച്ച നടത്തി നോട്ടീസ് നൽകി കൃത്യമായി കാര്യങ്ങൾ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് ചെയ്യാമെന്ന് പറയുന്നത്. കാരണം അന്ന് സബ് കളക്ടർ OV ആൽഫ്രഡ് നമ്മോട് പ്രതികരിച്ചപ്പോഴും പറഞ്ഞത് ഇത് മാൻ മിസ്സിംഗ് കേസാണ്, ഒരാളെ കാണാതായ ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ഈ കല്ലറ പൊളിക്കാതെ അതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിയില്ല, അതിന് പൊളിച്ചു തന്നെ ആകണമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞാണെങ്കിലും പൊളിക്കുമ്പോൾ അതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് കടക്കരുത് ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇവരെ കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിച്ച ശേഷം അത് പൊളിക്കുക തന്നെ ചെയ്യുമെന്ന് അന്ന് ഉറപ്പിച്ച് പറഞ്ഞെങ്കിൽ അത് എന്നായിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് ഉൾപ്പെടെ കഴിയുന്നില്ല. ഇവരും കുടുംബാംഗങ്ങളും ആ നോട്ടീസ് കാത്തിരിക്കുകയായിരുന്നു. നോട്ടീസ് നൽകാൻ വൈകുകയാണ്, എന്ന് പൊളിക്കും എന്നുള്ളതിൻ്റെ നോട്ടീസ് നൽകാൻ വൈകുകയാണ്. അതിനുശേഷമാണ് നമ്മൾ ഒരുപക്ഷെ ഈ കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുന്ന പ്രതീക്ഷ. പക്ഷേ നിലവിലിപ്പോൾ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അവർ ഉന്നയിക്കുന്ന കാര്യം ഇത് സമാധിയാണ്, 41 ദിവസത്തെ പൂജകൾ അത് ഇതിൻ്റെ ഭാഗമായി ഉണ്ട്, അതുവരെ കാത്തിരിക്കണമെന്നുള്ള രീതിയിലാണ് നിലവിലിപ്പോൾ ഹൈക്കോടതിയെ അവർ സമീപിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മോത്തി.